ശ്രീരാഘവം ദശേധാത്മജമപ്രമേയം സീതാപതിം രഘൂലന്വേരത്നദീപമാജാനുബാഹുമരവിന്ദദളായതാക്ഷം രമം നിശാചരവിനാശകരം നമാമി. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി വിരിപൂർണ്ണലോചനം മാരുതിം നമതരക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. രാവണ സംസ്കാരം എന്ന് പറയുന്ന സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ രാക്ഷസ സ്ത്രീകളുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടു. ഇങ്ങനെ ആ രാമനാൽ കൊല്ലപ്പെട്ട രാവണനെ നോക്കിക്കൊണ്ട് ആ രാവണൻ്റെ ജ്യേഷ്ഠപത്നിയായ വട്ടമഹിഷിയായ മണ്ഡോദരി ഇങ്ങനെ കളയാൻ ആരംഭിച്ചു എന്ന് പറയണം. അല്ലേ വൈശ്രവണാനുജ മഹാബാഹോ, ക്രുദ്ധനായ അങ്ങയുടെ മുന്നിൽ ഈ ലോകത്താർക്കും നിൽക്കാൻ സാധിക്കാറില്ലല്ലോ. ഇന്ദ്രനോ മഹർഷിമാരോ ഗന്ധർവന്മാരോ ഒക്കെ അങ്ങയെ പേടിച്ച് നാലുപാടും പോയതല്ലേ. എന്നിട്ടും ഒരു വെറും മനുഷ്യനായി രാമനോട് അങ്ങ് യുദ്ധത്തിൽ പരാജയപ്പെട്ടുവല്ലോ. ഇതിലങ്ങക്ക് ലജ്ജയില്ലേ? എന്താണിത്? വീര്യം കൊണ്ട് ഈ 3 ലോകങ്ങളെയും കീഴടക്കിയവനും കാന്തിമാനും അടുക്കാനാവാത്തതുമായ അങ്ങയെ കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കൊന്നത്? മനുഷ്യർക്ക് എത്താനാവാത്തിടത്ത് ചരിക്കുന്ന കാമരൂപിയായ അങ്ങയെ പോരിൽ രാമൻ വധിച്ചു എന്നത് ഒട്ടും യുക്തിക്ക് ചേരുന്നതല്ലല്ലോ. എല്ലാം തികഞ്ഞ അങ്ങയെ അവൻ പോരിൽ അടിപ്പെടുത്തി എന്നത് രാമൻ്റെ കർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അചിന്ത്യമായ മായയെയും സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ കൊലയ്ക്കായി രാമൻ കാലൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ രാമരൂപത്തിൽ കാലൻ വന്നത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങിന്ദ്രനെയും മറ്റ് ദേവന്മാരെയും ഒക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടുത്തെ ഒരു മനുഷ്യനാൽ അങ്ങേക്ക് മരണം സംഭവിച്ചിരിക്കുകയാണ്. തമസ്സുകളില്ലാത്തവനും ധാതാവും ശംഖചക്രധാതനും ശ്രീവത്സവക്ഷസുമൊക്കെയായ ആ വിഷ്ണു തന്നെയായിരിക്കും ഒരുപക്ഷെ മനുഷ്യരൂപമെടുത്ത് ആ വാനരരൂപമെടുത്ത ദേവന്മാരാൽ ചുറ്റപ്പെട്ട് സർവ്വലോകങ്ങളുടെയും ഭയമില്ലാതാക്കുന്നവന് ഇവിടെ വന്ന് അങ്ങയെ എല്ലാ പരിവാരത്തോടും കൂടി വധിച്ചത് എന്ന് ഞാൻ കരുതുന്നു. പണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ട് അങ്ങ് ലോകത്രയത്തെയും വെന്നു. എന്നാൽ ഇന്ന് ആ സീതയെ കണ്ടപ്പോൾ ഇന്ദ്രിയഭ്രമം കൊണ്ടാണ് അങ്ങേക്ക് ഇത് സംഭവിച്ചത്. ജനസ്ഥാനത്ത് വെച്ച് ഖരദൂഷണാദികളൊക്കെ കൊല്ലപ്പെട്ട കഥ അറിഞ്ഞിട്ടും രാമൻ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? ആ ഹനുമാൻ വന്ന് ഇവിടെ ചെയ്ത് വീരകൃത്യങ്ങൾ കണ്ടാലെങ്കിലും അങ്ങ് പിന്മാറാമായിരുന്നില്ലേ? ഐശ്വര്യവും സ്വജനങ്ങളും എല്ലാം നശിക്കുന്നതിന് വേണ്ടി അല്ലേ അങ്ങ് ആ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്? അരുന്ധതിയും രോഹിണിയും ഒക്കെ സീതയേക്കാൾ വളരെ തുച്ഛമാണ്. അവരെക്കാളൊക്കെ ശ്രേഷ്ഠയാണ് ഈ സീതാദേവി എന്നുള്ളതാണ്. അങ്ങനെയുള്ള പതിവ്രതയായ സീതാദേവിയെ അപഹരിച്ചതിൻ്റെ ഫലമല്ലേ അങ്ങ് ഇപ്പോൾ അനുഭവിക്കേണ്ടത്? പാപത്തിൻ്റെ ഫലം ആരും അനുഭവിക്കാതെ പോവുകയില്ലല്ലോ. കുലം കൊണ്ടോ രൂപം കൊണ്ടോ വിദ്യാവൈഭവം കൊണ്ടോ ആ സീത എന്നേക്കാൾ ശ്രേഷ്ഠയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നിട്ടും അങ്ങേക്ക് അവളിലാണ് മോഹമുണ്ടായത്. ആ മോഹമാണ് അങ്ങയുടെ ഈ നാശത്തിന് കാരണമായി തീർന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവസാനം ഞാൻ വിധവയായി തീരേണ്ട അവസ്ഥ വന്നു. ഞാൻ മറ്റൊരുവളായി തീർന്നിരിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ലങ്കയുടെ വട്ടമഹിഷിയായിരുന്ന ഞാൻ ഇനിമേലിൽ ആരുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. രാജാക്കന്മാരുടെ ഐശ്വര്യം എപ്പോഴും ഇന്ത്യൻ തന്നെയാണ്. കാരണം അത് ഏത് സമയത്തും മാറ്റിമറിക്കപ്പെടാവുന്നതാണ്. യുദ്ധങ്ങളിലൂടെ മാറ്റിമറിക്കപ്പെടാവുന്ന ഒന്നാണ്. എൻ്റെ അച്ഛൻ ദാനവരാജാവ് മയൻ അങ്ങയെ അങ്ങ് എൻ്റെ ഭർത്താവ് രാക്ഷസരാജാവായ രാവണൻ എന്ന അങ്ങാണ്. എൻ്റെ പുത്രൻ ഇന്ദ്രജിത്തായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ഗർവിച്ചിരുന്നു. എന്നാൽ ഇവരെല്ലാവരും തങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിച്ചവരായിരുന്നുവെങ്കിലും ഇവരെല്ലാവരും ഇന്ന് ഒരു കേവലം മനുഷ്യനിൽ നിന്ന് മരണം പ്രാപിച്ചിരിക്കുകയാണല്ലോ എന്ന്. മർമ്മങ്ങളിൽ അമ്പ് തുളഞ്ഞു കയറിയത് കാരണം സ്നായുബന്ധങ്ങളറ്റ് അങ്ങയുടെ ശരീരം വജ്രപ്രഹാരമേറ്റ് തകർന്ന പർവ്വതം പോലെ നിലത്ത് വീണ് കിടക്കുന്നത് കാണുമ്പോൾ അല്ലേ മഹാരാജാവേ, ഞാൻ എങ്ങനെയാണ് ദുഃഖിക്കാതിരിക്കുക? ഈ 3 ലോകത്തെയും എല്ലാ സമ്പത്തുകളെയും അനുഭവിച്ചവനാണ്. ആ ഭഗവാൻ ശിവനെപ്പോലും അങ്ങ് പ്രസാദിപ്പിച്ചവനാണ് ആ കൈലാസത്തെ എടുത്ത് അമ്മാനം ആടാൻ ശ്രമിച്ചിട്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ ശ്രേഷ്ഠനായ ലങ്കാദ്വീപിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് പരിപാലിച്ചു പോകുന്നവനും വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തവനുമൊക്കെയായ ആ മഹാരഥനായ ഭർത്താവെ, അങ്ങയെ ഇപ്പോൾ രാമൻ കൊന്നുകളഞ്ഞുവല്ലോ എന്നൊക്കെ മണ്ഡോദരി കരഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എന്നെ കൂടി അങ്ങയുടെ കൂടെ കൊണ്ടുപോകൂ. അങ്ങയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ഇപ്പോഴും ദുഃഖിച്ച് കരയുന്ന എന്നോട് എന്താണ് അങ്ങൊന്നും മിണ്ടാത്തത്? അങ്ങയുടെ കളിത്തോഴന്മാരായ ആളുകളൊക്കെ ഇതാ ഇവിടെ അനാഥരായിട്ട് ലഭിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ മായാമൃഗത്തിൻ്റെ രൂപത്തിൽ രാവണനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് കയറ്റി രാമപത്നിയെ അപഹരിച്ചത് യഥാർത്ഥത്തിൽ അങ്ങയുടെ ഭീരുത്വമല്ലേ? നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാമായിരുന്നില്ലേ? പോരിൽ ഒരിക്കലും അങ്ങേക്ക് ഭീരുത്വം സംഭവിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങയുടെ ആ ഭാഗ്യക്കേട് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായത്. ഭൂതഭവിഷ്യ വർത്തമാനങ്ങളെ അറിയുന്ന അങ്ങയുടെ സഹോദരൻ വിഭീഷണൻ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് കണ്ടപ്പോൾ അവളെ തിരിച്ചു കൊടുക്കൂ എന്ന് അങ്ങയോട് അപേക്ഷിച്ചതല്ലേ? എന്നിട്ടും അങ്ങ് കേൾക്കാതിരുന്നല്ലോ. സ്ത്രീ സ്വഭാവം കൊണ്ട് എൻ്റെ ബുദ്ധി ആകെ കെട്ട് ഉഴലുകയാണ്. അങ്ങേ എങ്ങനെയാണ് ഞാൻ പിരിയുക എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇദ്ദേഹം ഈ മണ്ഡോദരി കരയുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഉള്ള മണ്ഡോദരിയെ ലോകത്തിൻ്റെ നില എന്നും ചഞ്ചലമാണ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ തോഴിമാരും ദാസിമാരും ഒക്കെ കൂടി സമാശ്വസിപ്പിച്ചു. ഇങ്ങനെ ആശ്വസിപ്പിക്കപ്പെട്ട് അവൾ വെളുനീർ കൊണ്ട് നിർമ്മലമായ മുഖവും മുലകളും കുളിപ്പിച്ച് ഉച്ചത്തിൽ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ രാമൻ വിഭീഷണനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ സംസ്കാരം നടത്തുക, സ്ത്രീകളെ സമാധാനിപ്പിക്കുക. അപ്പോൾ ബുദ്ധിമാനായ വിഭീഷണൻ ആലോചിച്ച് ധർമാർത്ഥസഹിതവും ഹിതവുമായി ഇങ്ങനെ അറിയിച്ചു. ധർമ്മം വെടിഞ്ഞവനും ക്രൂരനുമൊക്കെയായി രാവണൻ്റെ സംസ്കാരകർമ്മം ഞാൻ എങ്ങനെയാണ് ചെയ്യുക? അത് എനിക്ക് യോഗ്യമല്ലല്ലോ എന്ന്. ഇങ്ങനെയുള്ള വിഭീഷണൻ്റെ വാക്ക് കേട്ടപ്പോൾ വീണ്ടും രാമൻ അവനോട് പറഞ്ഞു, നീ എനിക്ക് പ്രിയം ചെയ്യുകയാണ് വേണ്ടത്. നിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഞാൻ വിജയം നേടിയത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഉചിതമായിട്ടാണ്, അത് നീ കേൾക്കണം. ഈ രാക്ഷസൻ അധർമ്മ ചെയ്തവനായിരുന്നുവെങ്കിലും തേജസ്വിയും ബലവാനുമായിരുന്നു. എന്നോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടാണ് രാവണൻ മരിച്ചത്. അതുകൊണ്ട് ആ രാവണൻ്റെ സംസ്കാരക്രിയകൾ നീ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് യാതൊരു ചീത്തപ്പേരും ഉണ്ടാവില്ല, നീ അതുകൊണ്ട് യശസ്വിയായി തീരുമെന്നാണ് രാമൻ പറയുന്നത്. രാമവാക്യം കേട്ടിട്ട് വിഭീഷണൻ നിഹതനായ സഹോദരൻ രാവണനെ സംസ്കരിക്കാൻ ആരംഭിച്ചു. വണ്ടികൾ, മരപ്പാത്രങ്ങൾ, അഗ്നികൾ, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ചിതയൊരുക്കി വിഭീഷണൻ തന്നെ മുന്നിൽ നടന്നു. രാവണൻ്റെ ജഡമൊരു പല്ലക്കിലെടുപ്പിച്ചുകൊണ്ട് ആ പുരോഹിതന്മാരാൽ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നികളുമായിട്ട് യാചകന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിലും നടന്നു. ഇങ്ങനെ ആ വേദശാസ്ത്രങ്ങളിൽ വിധിക്കുന്ന ശ്രേഷ്ഠന്മാരായ വൈദിക ശ്രേഷ്ഠന്മാർക്ക് നൽകാവുന്ന സംസ്കാരത്തിൻ്റെ രീതിയിൽ വേണ്ട രീതിയിൽ വൈദികമായ വിധികളെ അനുസരിച്ചുകൊണ്ട് രാവണൻ്റെ സംസ്കാര കർമ്മം വിഭീഷണൻ നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.